കുറച്ചെടുത്ത് വായി വെച്ച എന്താ ഇന്ന് ഇത് കൊണ്ടൊരു റെസിപ്പി ഒന്നല്ല. എന്ത് റെസിപ്പി? അതൊക്കെ ഉണ്ട്. ഇന്നലെ നമ്മൾ വാഴയില തോരനായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ പപ്പരയില തോരൻ വിത്ത് പപ്പരയില ജ്യൂസ്. പപ്പരയില തോരനൊക്കെ വെക്കുവാ? പപ്പരയില സൂപ്പ് ഉണ്ടാക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ശ്രീജ അത് സ്പെഷ്യലായിട്ട് തോരനാക്കി മാറ്റാൻ പോവാണ്. പിന്നെ നമ്മുടെ ഈ ആഫ്രിക്കൻസ് ഒക്കെ ഇങ്ങനെ നമ്മുടെ പപ്പരയില വെച്ച് സൂപ്പ് ഉണ്ടാക്കി കുടിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ എന്തോ സംതിങ് നമ്മുടെ അവരുടെ സ്പൈസസ് ഒക്കെ ചേർത്തിട്ട് പിന്നെ പൊടിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ. അപ്പം അങ്ങനെ നല്ല ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള സാധനമാണ് ഈ പപ്പരയില എന്ന് പറയുന്നത്. പപ്പര ഓൾറെഡി അപ്പം വിചാരിക്കാത്ത പല സാധനങ്ങളും നമുക്ക് ഏറ്റവും ഗുണമുള്ളതാണ്. നമ്മൾ നമ്മള് നല്ല കിളുന്ത് പപ്പര നോക്കി എടുക്കണോ? കിളുന്ത് ചെറിയ നൈസായിട്ടുള്ളത് നോക്കി എടുക്കുമ്പോൾ കുറച്ചും കൂടെ കഴിക്കാനായിട്ട് വായി വെക്കുമ്പോൾ നല്ലതായിരിക്കും. അപ്പോൾ ശ്രീജ പപ്പര പറിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഇവിടെ കുറച്ച് ഫ്രഷ് പപ്പരയാണ് നിന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനകത്തുനിന്ന് 2 തണ്ട് എടുക്കാൻ വേണ്ടി വന്നതാണ് ഇങ്ങോട്ട്. അപ്പം അതേ ഇവിടെ കണ്ടോ നല്ല ഇളത്തെ ഇലയാണ് കേട്ടോ കിട്ടിയത്. ഒരുപാട് കുറച്ചെടുക്കണ്ട ശ്രീജ, അത് കുഞ്ഞല്ലേ, കുറച്ചെടുത്താൽ മതി. ഇതെല്ലാം കൂടെ എടുത്തിട്ട് ആര് വെച്ചിട്ട് ആര് കഴിക്കാനാ? ഇന്നലെ ഇതേ ഡയലോഗ് പറഞ്ഞിട്ട് ആഴയുടെ തോരൻ ഈ പരിസരത്ത് കണ്ടില്ല വൈകിട്ടത്തേക്ക്. വേണ്ട അത് പറിക്കണ്ട. പപ്പരയില നമ്മൾ അരിഞ്ഞെടുത്തിട്ടില്ല, നമ്മൾ അരിയാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെ തളിരായിട്ടുള്ള ഇലയാണ് എടുത്തത്. അപ്പോൾ അത് നമുക്ക് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. പപ്പരയില എങ്ങനെയാണ് തോരൻ വെക്കുമ്പോൾ വരികയെന്ന് എനിക്കറിയത്തില്ല. പപ്പരയില സൂപ്പൊക്കെ ഉണ്ടാക്കി ഓരോരുത്തർ കുടിച്ചതായിട്ടൊക്കെ നമുക്കറിവുണ്ട്. പക്ഷേ ഈ തോരൻ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ആദ്യമായിട്ടാണ് തോരൻ വെക്കാൻ പോകുന്നതെന്ന് തോന്നുന്നു ഒരാൾ. ഇനി ആരെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമ്മൾക്ക് ഹെൽത്തി വൈസ് നല്ല ഇത്. നമ്മളിപ്പോൾ കഴിക്കുന്ന ചീര എന്നൊക്കെ പറഞ്ഞ് കഴിക്കുന്ന വസ്തുക്കൾ പണ്ട് നമ്മുടെ ആൾക്കാർ കഴിച്ച് വന്ന ഒരു ഇതുകൊണ്ടാണ് നമ്മൾ കഴിക്കാൻ തുടങ്ങിയത്. ഇപ്പം നമുക്കിത് കുനുകുന എന്ന് അരിഞ്ഞെടുക്കാം. ശ്രുതി കൊണ്ടൊരു കുനുകുനായി പെട്ടെന്ന് അരിയട്ടോ. നമ്മുടെ ഇവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ചെറിയ കുനുകുനായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ എടുത്ത് വെച്ചതാണ് നമ്മുടെ തേങ്ങായും. ഇതൊക്കെ കാണിക്കാൻ പറ്റിയില്ല കാരണം സമയമില്ലായിരുന്നു അത് കാണിക്കാനായിട്ട്. തേങ്ങ, പച്ചമുളക്, ഇച്ചിരി ഇഞ്ചി, നല്ല ജീരകം, ഇത്രയും സംഭവം അരിഞ്ഞ് അരച്ചെടുത്ത് വെച്ചതാണ്. ചതച്ച് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പം ഇന്നലെ നമ്മൾ വാഴയില വെച്ചിട്ടുള്ള തോരനായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ പപ്പരയില വെച്ചിട്ടുള്ള തോരനാണ്. അപ്പം നമ്മുടെ ചുറ്റിനുമുള്ള ഓരോ ഇലകളും അത് നമ്മൾ വിഷാംശം ഇല്ലാത്ത ഇലകളെ നോക്കി വേണം എടുക്കാനോ. ചിലതിനൊക്കെ ചിലപ്പോൾ വിഷാംശം ഉള്ളതും ഒക്കെ കാണും. അപ്പം നമ്മൾ അതൊക്കെ നോക്കിയിട്ടൊക്കെയാണ് എടുക്കുന്നത് കേട്ടോ. വിഷാംശം ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊക്കെ നമ്മൾ സെർച്ച് ചെയ്തൊക്കെ നോക്കി അല്ലെങ്കിൽ അറിയാവുന്നവരോടൊക്കെ തിരക്കിയിട്ടൊക്കെയാണ് നമ്മൾ ഓരോ ഇലയും ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കുന്നത്. കാരണം നമ്മൾ സൂപ്പായിട്ടൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് തോരനായിട്ട് യൂസ് ചെയ്യാം എന്ന് വിചാരിക്കുന്നത്. കാരണം തോരനാക്കിയൊക്കെ കൊടുക്കുമ്പോൾ പിള്ളേർ കഴിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ തോരനാക്കുമ്പോഴേക്കും ഇതിനകത്ത് ഒരേ 1-2 മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ പിള്ളേർ അറിയത്ത് പോലും ഇല്ല. കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. എനിക്കിഷ്ടമാണ് ഇങ്ങനെ തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ മുട്ട ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം മുട്ട ചിലപ്പം പുഴുങ്ങിയൊക്കെ കഴിക്കാത്ത പിള്ളേരുണ്ടാകും, ഡയറക്റ്റായിട്ട് കൊടുക്കുമ്പോൾ കഴിക്കാത്തവരുണ്ടാകും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിള്ളേർക്കൊക്കെ കഴിക്കാനായിട്ടൊക്കെ തോന്നും. അപ്പോൾ നമുക്ക് ഇത് തോരൻ വയ്ക്കുന്നത് കണ്ടിട്ട് വരാം. ഓക്കെ, അപ്പം നമ്മുടെ ഗ്യാസ് കത്തിച്ച് നമ്മൾ അതിനകത്തേക്ക് നമ്മുടെ ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് നമ്മുടെ ഓയിൽ ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പം തോരൻ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല വെളിച്ചെണ്ണയിലാണ് നമ്മൾ തോരൻ വെക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. വെളിച്ചെണ്ണയിൽ എന്തുണ്ടാക്കിയാലും ടേസ്റ്റാണ്. എന്നാലിങ്ങനെ തോരൻ വെക്കുമ്പോഴും അതുപോലെ എന്തെങ്കിലും മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോഴും നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്താൽ കുറച്ചുകൂടെ ടേസ്റ്റിൽ നമുക്ക് കഴിക്കാം. ഇനി നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. പുക പടർന്നു പിടിച്ചു. വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുത്തേ. നമ്മൾ മസാലയൊക്കെ ഓൾറെഡി സെറ്റാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ തോരൻ്റെ കൂട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇനി അവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഓക്കെ, അപ്പോൾ നമുക്കിനി
കുറച്ച് വെള്ളം തളിച്ച് കൊടുക്കണം, കാരണം അടി പിടിക്കരുതല്ലോ. ഓക്കെ, നമുക്കിത് ഇളക്കി കൊടുക്കാം. മറ്റേ നമ്മുടെ കക്കയിറച്ചിയുടെ ഒക്കെ ഒരു മണം പോലെ വരുന്നു എനിക്ക്. ആ സ്മെല്ല് കക്കയിറച്ചിയൊക്കെ കഴിക്കുമ്പോൾ ഉള്ള ഒരു തോരൻ ശ്രീജ എന്തുണ്ടാക്കിയാലും നല്ല സ്മെല്ലാണ്, പക്ഷെ ടേസ്റ്റും ഉണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടച്ച്, പക്ഷേ മറ്റേ വാഴയില തോരൻ പോലെ അത്രയും ഇങ്ങനെ ഇതായിട്ട് നിൽക്കില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന പോലെ തോന്നും, വാടിപ്പോയി പെട്ടെന്ന് തന്നെ. ഇവിടെ പപ്പരയില തോരൻ ഇവിടെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് അത് വെന്ത് വരുന്നുണ്ട്, നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയപ്പോൾ ഉപ്പ് കൂടുതലായിരുന്നു, അപ്പം നമ്മളിന്ന് കുറച്ച് ഉപ്പിട്ട് വന്ന് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പപ്പരയിലയുടെ തോരനാണ് ഇതാ ഈ കാണുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ശ്രീജ ഉണ്ടാക്കിയ പപ്പരങ്ങ തോരൻ ഈ പരിവമായിട്ടുണ്ട്. ഇത് കഴിച്ച് നോക്കിയിട്ടേ എനിക്ക് എന്താണെന്ന് പറയാൻ പറ്റത്തുള്ളൂ, കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പപ്പരയില വെച്ചിട്ട് തോരൻ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ആഫ്രിക്കൻസൊക്കെ സൂപ്പ് ഉണ്ടാക്കി കുടിക്കും എന്നൊക്കെ ഉള്ളതായിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടേ ഇതിനെക്കുറിച്ച് പറയാൻ പറ്റത്തുള്ളൂ. ആർക്കെങ്കിലുമൊക്കെ ഇത് ട്രൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ള കാര്യങ്ങളെ. അപ്പോൾ എന്തായാലും നമ്മൾ ആരും ചെയ്യാത്ത തരങ്ങളിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും നമുക്ക് ജീവൻ ആപത്തൊന്നും ഇല്ല എന്ന് ഉറപ്പുണ്ട്, കാരണം നമ്മുടെ പപ്പരയില ആസ് യൂഷ്വൽ പപ്പരയിലയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ ചോദിച്ചറിഞ്ഞും പറഞ്ഞറിഞ്ഞും ഒക്കെ ഞാൻ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചത്. ആർക്കും പ്രശ്നങ്ങളുള്ള ഒരു കാര്യമൊന്നുമല്ല ഇത്. എന്നാലും നമുക്ക് വായി വെച്ച് കഴിക്കുമ്പോൾ നമ്മുടെ ടേസ്റ്റ് ബഡ്സിന് ഇഷ്ടം തോന്നുന്ന കാര്യമാണോ ഇതെന്ന് നമുക്കറിയത്തില്ല. ഞാൻ ഇതുവരെ ടേസ്റ്റ് ചെയ്തില്ല. നമുക്ക് കഴിക്കുമ്പോൾ ഓരോ രുചിയും കാര്യങ്ങളൊക്കെ നോക്കുമല്ലോ നമ്മൾ. അങ്ങനെ നമുക്ക് ടേസ്റ്റ് വൈസ് എങ്ങനെയാണ് ഇതിൻ്റെ ഇതെന്നൊക്കെ അറിയണമെങ്കിൽ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ശ്രീജയുടെ പപ്പരയില തോരൻ ശ്രീജ ബൗളിലേക്ക് ആക്കി കൊണ്ടുവന്ന് ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഇതെങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് ഞാനിപ്പോൾ നോക്കിയിട്ട് പറയാം. ഇന്നലത്തെ വാഴയില തോരൻ ഓൾറെഡി സക്സസ് ആയിരുന്നു. ഇന്നത്തെ പപ്പരയില എത്രത്തോളം സക്സസ് ആകുമെന്ന് അറിയത്തില്ല. എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറയാം. ആഫ്രിക്കൻസ് കഴിക്കുന്ന ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് ഞങ്ങൾ. അപ്പം ശ്രീജയുടെ പപ്പരയില തോരൻ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വന്ന് നിൽക്കുവാണ്. അപ്പം എന്നെ വിളിച്ചുകൊണ്ട് വന്ന് നിൽക്കുകയാണ് ശ്രീജ പപ്പരയില തോരൻ ടേസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞേ. അപ്പം എന്തായാലും കുറച്ചെടുത്ത് വായിച്ചു എന്താ പൊന്ന് പറയും. കർത്താവേ, ഒരു മനുഷ്യന് ഇത് ട്രൈ ചെയ്യല്ലേ, പാളം വെള്ളത്തിൽ കിട്ടും. പപ്പര മതവേ കയ്പയ്ക്കായിക്ക് ഇത്രയും കയ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. അത്രയും കയ്പാണ്. സത്യം പറഞ്ഞാൽ ഇത് കഴിക്കുന്ന ആഫ്രിക്കൻസിനെ സമ്മതിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ശ്രീജ ഈ ഒരു ഐഡിയ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ സെർച്ച് ചെയ്ത് നോക്കി. ഓരോരുത്തർ ജ്യൂസൊക്കെ അടിച്ച് കുടിക്കുന്നു. എനിക്കറിയാൻ വയ്യ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. നമ്മൾക്ക് വായിൽ വെച്ച് കഴിക്കാൻ ഓക്കെ. അപ്പോൾ എല്ലാവരും പറയും പാവയ്ക്കയൊക്കെ നമ്മൾ കഴിക്കുന്നില്ലേ, പാവയ്ക്ക നമ്മൾ തോരൻ വെച്ച് കഴിക്കും, തീയൽ വെച്ച് കഴിക്കും. പക്ഷെ അതൊരു ലിമിറ്റല്ലേ, ഇതെന്തോ എനിക്കറിയാൻ വയ്യ. ഒരിക്കലും ഈ പരിപാടി ഇല്ല കേട്ടോ ശ്രീജ. ഇത് എന്തിനൊക്കെ ഇതാന്ന് പറഞ്ഞാലും ഇത് റെസിപ്പി പറഞ്ഞു തന്നത് ഞങ്ങളുടെ ബ്രദറാണ്. ആ ബ്രദറിനെ ഞാൻ ബ്രദർ എന്ന് പറയണേ എന്റെ ഹസ്ബൻഡാണ്. ബ്രദർ പുള്ളി ഞങ്ങൾക്ക് നല്ലൊരു പണിയാണ് മനസ്സിലായത്. അപ്പൊ ഇന്നലേക്ക് എന്റെ സ്വന്തമായിട്ട് ഞാൻ തന്നെ ഇങ്ങനെ ചെയ്യാമെന്നുള്ളൊരു പ്ലാനിൽ ചെയ്തതാണ്. ഇത് ചേട്ടന്റെ സജഷൻ ആയിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് ഹെൽത്ത് വൈസ് നമുക്ക് കഴിക്കുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത് കഴിക്കാൻ പറ്റില്ല, എനിക്ക് പറ്റില്ല. എന്തായാലും ഈ കയ്പൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കഴിക്കാൻ തോന്നുന്നല്ലേ. ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ട്രൈ ചെയ്ത് നോക്കാം. സൂപ്പ് വെച്ച് കഴിക്കാം, ജ്യൂസ് വെച്ച് കഴിക്കാം, വേണമെങ്കിൽ തോരൻ വെച്ചും കഴിക്കാം. പക്ഷെ അല്ലാത്തവര് ട്രൈ. നല്ല ഭംഗിയുണ്ട്, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. കൊള്ളാം. എന്റെ അമ്മേ വേസ്റ്റ് ആയി തോർക്കുമ്പോൾ